ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു ഡൊമൈൻ നെയിം ആവശ്യമാണ്. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു ഡൊമൈൻ നെയിം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഗോഡാഡിയിൽ നിന്ന് ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്യണം എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ മതിയായിരിക്കും. അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്നത് ഓൾറെഡി godaddy.com നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഒരു ഡൊമൈനാണ്. ഡൊമൈൻ നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് പർച്ചേസ് ചെയ്തിരിക്കുന്ന സെർവറിലേക്ക് ആ ഒരു ഡൊമൈൻ പോയിൻ്റ് ചെയ്യേണ്ടതാണ്. സോ നമ്മളത് ചെയ്യുന്ന വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. DNS സെറ്റിങ്സിൽ ചെന്ന് ആ ഒരു ആ ഡൊമൈൻ്റെ റെക്കോർഡ് നമ്മൾ ആ ഒരു സെർവറിലേക്ക് പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് നെയിം സെർവർ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഈ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു വെബ് സെർവർ തന്നെയാണ് ഇമെയിൽസ് എല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ നെയിം സെർവർ ആയിരിക്കും ചേഞ്ച് ചെയ്യേണ്ടത്. വേർഡ്പ്രസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വേൾഡിലെ നമ്പർ 1 കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് വേർഡ്പ്രസ്. വേൾഡിലെ അറൗണ്ട് 45 മില്യൺ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേർഡ്പ്രസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ്. അതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അതുപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. വളരെ അഡ്വാൻസ്ഡ് ആണ്. വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്ലഗിൻസും തീംസും ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു വെബ്സൈറ്റ് ഏറ്റവും ക്വിക്കായിട്ട് എങ്ങനെ ലൈവ് ആക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു പാനൽ എന്ന് പറയുന്നത് cPanel ഒരു യൂസറുടെ അക്കൗണ്ടാണ്. നമ്മൾ ഗോഡാഡി വഴി ഒരു പേയ്മെൻറ്റ് പ്ലാൻ പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മൾ സ്വന്തമായിട്ടൊരു WHM അക്കൗണ്ട് കോൺഫിഗർ ചെയ്ത് അതിലൂടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താലും ഇങ്ങനെ ഒരു പാനൽ തന്നെയായിരിക്കും കിട്ടുക. ഒരുവിധം സെർവർ പ്രൊവൈഡേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് cPanel തന്നെയാണ്. കൂടാതെ മറ്റ് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. cPanel ആണ് കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. നമുക്ക് cPanel എങ്ങനെയാണ് വേർഡ്പ്രസ് ഹോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. cPanelലും ഇതുപോലുള്ള മറ്റ് വെബ് ഹോസ്റ്റിംഗ് മാനേജർ ആണെങ്കിൽ അതിൽ ഫയൽ മാനേജറിലേക്ക് നമ്മൾ ആദ്യം ചെല്ലാം. അത് public_html ഫയൽ, ഇതിപ്പോൾ empty ആണ് ഫോൾഡർ. ഞാൻ ഇതിൽ നിന്നും വേർഡ്പ്രസ് ഡൗൺലോഡ് ചെയ്യാൻ പോവാണ്. ഡൗൺലോഡ് വേർഡ്പ്രസ് എന്ന് സെർച്ച് ചെയ്യുക. ഈസി ആയിട്ട് നമുക്ക് വേർഡ്പ്രസിൻ്റെ ഡൗൺലോഡ് പേജിലെത്തും. wordpress.org/download എന്ന് പറയുന്ന വെബ്സൈറ്റിലെത്തി. നമുക്കിനി ഈസി ആയിട്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് 15 MB ഫയലാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, നേരെ ഫയൽ മാനേജറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അതൊരു സിപ്പ് ഫയൽ ആയതുകൊണ്ട് നമ്മളത് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നു. public_html എന്ന് പറയുന്ന ആ ഫോൾഡറിൽ തന്നെ എക്സ്ട്രാക്റ്റ് ചെയ്തു. എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റ് ആയി. ഞാൻ സിപ്പ് ഫയൽ ഇനി നമുക്കത് ആവശ്യമില്ലാതെ റിമൂവ് ചെയ്യാണ്. ഇപ്പോൾ ഒരു വേർഡ്പ്രസ് എന്ന് പറയുന്ന ഒരു ഫോൾഡറാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. നമുക്കത് public_html വേണ്ടത്. പക്ഷേ ഇതിൽ സബ് ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുന്നു, അതിലുള്ള ഫയൽസ് എല്ലാം നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യാണ്. public_html അങ്ങ് മൂവ് ചെയ്തു. നമ്മൾ സെറ്റിങ്സിൽ എന്തെങ്കിലും ഹിഡൻ ഫയൽസ് ഇവിടെ നമ്മൾ മിസ്സായിട്ടുണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ സേവ് ചെയ്യാണ്. ഒന്നും മിസ്സായിട്ടില്ല. ഓക്കെ. അപ്പോൾ നമ്മളത് വേർഡ്പ്രസിൻ്റെ ഫയൽസ് എല്ലാം public_html എന്ന് പറയുന്ന റൂട്ടിലേക്ക് എത്തിച്ചു. ഇനി നമുക്ക് ഡൊമൈൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലേൺ വിത്ത് സിബിൻ എന്നുള്ളത് ഒരു പാനലിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിൽ ഇവിടെ ഡൊമൈൻ ലോക്കൽ ക്യാഷ് ഉണ്ട്. ഞാൻ അതുകൊണ്ട് ഇൻകോഗ്നിറ്റോ വിൻഡോയിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ ലേൺ വിത്ത് സിബിൻ എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വേർഡ്പ്രസിൻ്റെ ഇൻസ്റ്റാളേഷൻ ആയിരിക്കും വന്നിരിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ലാംഗ്വേജ് ചൂസ് ചെയ്തു, ഇംഗ്ലീഷ്. ഇപ്പോൾ അവരിവിടെ പറയുന്നുണ്ട് വെൽക്കം ടു വേർഡ്പ്രസ്. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാനായിട്ട് ഡാറ്റാബേസ് നെയിം, ഡാറ്റാബേസ് യൂസർ നെയിം, ഡാറ്റാബേസ് പാസ്വേഡ് ആൻഡ് ഹോസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ റെഡി ആയിരിക്കണം. അപ്പം അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സോ നമ്മൾ തിരിച്ച് വീണ്ടും cPanelലേക്ക് വന്നു. ഇവിടെ ഇമെയിൽ, ഫയൽസ്, ഡാറ്റാബേസിൻ്റെ ഒരു സെക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ആദ്യം വേണ്ട ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. MySQL ഡാറ്റാബേസ് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ലേൺ സിബിൻ എന്നുള്ള രീതിയിലൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ആ ഒരു നെയിം കോപ്പി ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഡാറ്റാബേസ് നെയിം. നമ്മളിവിടെ ലെറ്റ്സ് ഗോ അടിച്ചതിന് ശേഷം ഡാറ്റാബേസ് നെയിം അവിടെ പേസ്റ്റ് ചെയ്തു. ഇതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് cPanel ഗോ ബാക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളൊരു യൂസറെ ക്രിയേറ്റ് ചെയ്യണം. എക്സാമ്പിൾ യൂസർ എന്ന് പേര് കൊടുത്തു. നമ്മളതിനൊരു പാസ്വേഡ്, യൂസറിനൊരു പാസ്വേഡ് ഉണ്ടായിരിക്കും, സെലക്ട് ചെയ്തു. യൂസ് പാസ്വേഡ്, യൂസറെ സെലക്ട് ചെയ്തു. അപ്പം ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഞാനിവിടെ ആദ്യം പേസ്റ്റ് ചെയ്യാണ്. അതിനുശേഷം ഈ യൂസർ നെയിം കൂടി ഇവിടെ പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഡാറ്റാബേസ് ഹോസ്റ്റ് മിക്കതും ലോക്കൽ ഹോസ്റ്റ് ആയിരിക്കും. ടേബിൾ പ്രിഫിക്സ് നിങ്ങൾക്ക് ഓപ്ഷനിൽ എൻ്റർ ചെയ്യാം.
ഡിഫോൾട്ട് WP_ തന്നെയായിരിക്കും. അതിനുശേഷം നമ്മളിപ്പോൾ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തു, ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ യൂസറിന് ഈ ഒരു ഡാറ്റാബേസിലേക്ക് ആക്സസ് കൊടുക്കണം. അപ്പോൾ അതിന് ജസ്റ്റ് തിരിച്ചു പോയതിന് ശേഷം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ ഈ ഒരു ഡാറ്റാബേസ് യൂസർ മാത്രമാണ്, ഇതുപോലെ തന്നെ ഈ ഒരു ഡാറ്റാബേസ് മാത്രമേ ഉള്ളൂ. സോ നമ്മളത് രണ്ടും കൂടി കണക്ട് ചെയ്യുന്നു. ആഡ് ക്ലിക്ക് ചെയ്തു. പ്രിവിലേജസ് ആണ് ഈ ഒരു യൂസറിൻ്റെ ഈ ഡാറ്റാബേസിലേക്കുള്ള പ്രിവിലേജസ് ആണ് കാണുന്നത്. നമ്മൾ നോർമലി ഇപ്പോൾ എല്ലാ പ്രിവിലേജും കൊടുക്കുകയാണ്. മേക്ക് ചേഞ്ചസ് എൻ്റർ ചെയ്തു. സോ ഇത് രണ്ടും കണക്റ്റഡായി. ഇനി ഈ നമുക്കിവിടെ സബ്മിറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ റൈറ്റ്സ് ബാക്കി ഡൺ ദ ഇൻസ്റ്റാളേഷൻ. ഇനി നമുക്കിവിടെ ഒരു വെബ്സൈറ്റിനൊരു ടൈറ്റിൽ കൊടുക്കാം, ലേൺ വിത്ത് സിബിൻ. ഞാനൊരു പാസ്വേഡ് യൂസർ നെയിം കൊടുക്കുകയാണ്, സിബിൻ. സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് അഡ്മിൻ ഒഴിച്ച് വേറെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഇവർ പാസ്വേഡ് ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്, ഞാനത് തൽക്കാലം കോപ്പി ചെയ്യുന്നു. കൂടാതെ നമുക്ക് ഇമെയിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനോ പർപ്പസിനൊക്കെ ആയിട്ട് അഡ്മിൻ ഇമെയിൽ നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ വെബ്സൈറ്റ് ഫുള്ളി റെഡി ആവുന്ന വരെ നമുക്ക് വേണമെങ്കിൽ ഡിസ്കറേജ് സെർച്ച് എഞ്ചിൻ ഫ്രം ഇൻഡെക്സിങ്. നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഗൂഗിളിലോ സെർച്ച് എഞ്ചിനിലോ ഡിസ്പ്ലേ ചെയ്യില്ല. നമ്മളെ വെബ്സൈറ്റ് എപ്പോൾ ലൈവ് ആവുന്നോ അതോടുകൂടി അത് മാറ്റിയാൽ മതിയായിരിക്കും. സോ നമ്മൾ തൽക്കാലം ടിക്ക് ചെയ്യുന്നു, ഇൻസ്റ്റാൾ വേർഡ്പ്രസ് ക്ലിക്ക് ചെയ്തു. സക്സസ്, വേർഡ്പ്രസ് ഹാസ് ബീൻ ഇൻസ്റ്റാൾ. അങ്ങനെ നമ്മൾ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ലോഗിൻ ചെയ്യണം. സിബിൻ എന്നുള്ളതാണ് യൂസർ നെയിം കൊടുത്ത് ഞാൻ പാസ്വേഡ് സേവ് ചെയ്തിരുന്നു. തൽക്കാലം ഞാൻ റിമെമ്പർ മീ എൻ്റർ ചെയ്യുന്നു, ലോഗിൻ ചെയ്തു. ഇങ്ങനെ നമ്മൾ ആ വെബ്സൈറ്റിൻ്റെ ലേൺ വിത്ത് സിബിൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് നമ്മൾ വേർഡ്പ്രസ് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു സാമ്പിൾ പേജ് ഇവിടെ വന്നു. ഇതിൻ്റെ കൺട്രോൾ പാനിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്തു. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഡ്പ്രസ് കൺട്രോൾ പാനലാണ്. ഇനി നമുക്കിവിടെ മൾട്ടിപ്പിൾ തീംസ്, ഇപ്പോൾ ഒരുപാട് ഓപ്പൺ സോഴ്സ് തീമുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിനുള്ളിൽ തീംസ് ഇല്ല, ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. നമ്മൾ ആഡ് ന്യൂ ക്ലിക്ക് ചെയ്തു. മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എക്സാമ്പിൾ എക്സ്ട്രാ ഞാനൊരു തീം ഇൻസ്റ്റാൾ ചെയ്യാണ്. ഇങ്ങനെ ഒരുപാട് തീംസുകളും പ്ലഗിൻസുകളും അവൈലബിൾ ആണ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോലും നമുക്ക് പ്രിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാലും ഞാനത് ക്രിയേറ്റ് ചെയ്തു, ആക്റ്റീവ് ചെയ്തു. ഇനി ഞാനത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു തീമാണ് ഇവിടെ വന്നത്. അപ്പോൾ ആ ഒരു തീം ചേഞ്ച് ആയി. ഇതിപ്പോൾ ഒന്നുമില്ല, നമുക്ക് പുതിയ പേജസ് ആഡ് ചെയ്യണം, പുതിയ ഡിസൈൻസ് ഒക്കെ സെറ്റ് ചെയ്യണം. പക്ഷേ നമുക്കൊരു ബേസിക് ടെംപ്ലേറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ബേസിക്കലി ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നൊരു പ്രോസസ്സും നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി എങ്ങനെ നമ്മളത് കസ്റ്റമൈസ് ചെയ്യാന്നുള്ളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കൂടി നമുക്ക് വരുത്താം. നമ്മളൊരു ടെംപ്ലേറ്റ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ. ഈ ഡിസൈനിൽ കാണുന്ന പോലെ ആയിരിക്കും ഇത് ഇവരുടെ ടെംപ്ലേറ്റ്സിൻ്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. പക്ഷേ നമ്മളുടെ ഇപ്പോൾ ഉള്ള വെബ്സൈറ്റ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഈ ഡിസൈൻ ചേഞ്ച് ചെയ്ത് ഒരു പ്രൊഫഷണൽ വെബ്സൈറ്റിൻ്റെ അത് ഡിസൈനിലേക്ക് കൊണ്ടുവരുന്നതും അതെങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നുള്ളതും നോക്കാം.